കാസർഗോഡ് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ പ്രതി പിടിയിൽ. ആന്ധ്രാപ്രദേശിൽ നിന്നാണ് അന്വേഷണ സംഘം പ്രതിയെ പിടികൂടിയത്. സിജു കണ്ണനുണ്ട് വിശദാംശങ്ങളുമായി. സിജു, വിശദാംശങ്ങൾ. ബിനു, കാസർഗോഡ് കാഞ്ഞങ്ങാട് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികാതിക്രമം നടത്തി സ്വർണം കവർന്ന് ഉപേക്ഷിച്ച സംഭവത്തിലാണ് ഇപ്പോൾ പ്രതിയെ പിടികൂടിയിരിക്കുന്നത്. അന്വേഷണ സംഘം ആന്ധ്രാപ്രദേശിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ ദിവസം തന്നെ ഇയാൾ കേരളത്തിന് പുറത്തേക്ക് കടന്നതിനാൽ ഈ 2ാം ദിവസം മുതൽ തന്നെ അന്വേഷണം കർണാടക ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിച്ചിരുന്നു. കർണാടക, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിച്ചിരുന്നു. ഇപ്പോൾ പ്രതിയെ പിടികൂടാൻ സഹായകമായത് പ്രതിയുടെ ഒരു ഫോൺ കോളാണെന്നാണ് വിവരം. പ്രതി വീട്ടിലേക്ക് ആന്ധ്രാപ്രദേശിൽ നിന്ന് വിളിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട്, ഈ ഫോൺ കോളുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് എന്നാണ്. പ്രതി ഈ പ്രദേശത്ത് തന്നെ താമസിക്കുന്നയാളാണ്. നേരത്തെ അയാളുടെ വിവരങ്ങൾ എല്ലാം തന്നെ ഏതാണ്ട് പുറത്തു വന്നിരുന്നു. കുടക് സ്വദേശിയായ ഒരാളാണ് പ്രതിയെന്നാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരം. ഇയാൾ 12 വർഷത്തിലധികമായി കാഞ്ഞങ്ങാടിനടുത്ത് ഈ പെൺകുട്ടിയുടെ വീടിന്റെ പരിസരത്തായി താമസിക്കുകയാണ്. ഇയാളാണ് ഈ കുറ്റകൃത്യം ചെയ്തത് എന്ന വിവരമാണ് ലഭിക്കുന്നത്. ഏതായാലും പ്രതിയുമായി ഇപ്പോൾ അന്വേഷണ സംഘം ആന്ധ്രാപ്രദേശിലാണ് ഉള്ളത്. ഇയാൾ ആദ്യം കർണാടകയിലേക്കാണ് കടന്നത്. പിന്നീട് അന്വേഷണ സംഘം അവിടെ എത്തുമ്പോൾ അവിടെ നിന്ന് മുങ്ങി. അങ്ങനെ വിവിധ സ്ഥലങ്ങളിലേക്ക് മാറി മാറി പോവുകയായിരുന്നു. അന്വേഷണത്തിന് പ്രധാനമായും തടസ്സമുണ്ടായിരുന്നത് ഇയാൾ ഫോൺ ഉപയോഗിക്കില്ല എന്നുള്ളതാണ്. നാട്ടിലുണ്ടാകുമ്പോഴും ഇയാൾ ഫോൺ ഉപയോഗിക്കാറില്ല. വീട്ടുകാരുടെ ഫോണിൽ നിന്നാണ് മറ്റുള്ളവരെ ബന്ധപ്പെടുന്നതും മറ്റെല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും. ഭാര്യയുടെ ഫോണാണ് ഉപയോഗിച്ചിരുന്നത്. ഇവിടെ നിന്ന് ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം ഇയാളെ കാണാതായതാണ് അന്വേഷണത്തിൽ നിർണായകമായത്. തുടർന്ന് ഇയാളെ ചുറ്റിപ്പറ്റി നടത്തിയ അന്വേഷണത്തിൽ നേരത്തെയും ഇയാൾക്ക് സമാനമായ കേസുകളിൽ ബന്ധമുണ്ട് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. പിന്നീട് ഇയാൾ ആദ്യം കടന്ന കുടകിലേക്ക് അന്വേഷണം നീട്ടിയെങ്കിലും ഫോൺ ഉപയോഗിക്കാത്തത് കൊണ്ട് ഇയാളെ കൃത്യമായി ട്രാക്ക് ചെയ്യുന്നതിന് അന്വേഷണ സംഘത്തിന് സാധിച്ചില്ല. വളരെ വലിയ രീതിയിലുള്ള അന്വേഷണം നടത്തിയാണ് ഇപ്പോൾ അയാളെ ആന്ധ്രാപ്രദേശിൽ നിന്ന് പിടികൂടിയിരിക്കുന്നത്. ഇന്ന് രാത്രിയോടുകൂടി അന്വേഷണ സംഘം ഈ പ്രതിയുമായി കേരളത്തിലേക്ക് എത്തുമെന്നാണ് വിവരം. അത് കഴിഞ്ഞ് അറസ്റ്റ് രേഖപ്പെടുത്തി തുടർ നടപടികളിലേക്ക് കടക്കും. തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. വളരെ ബുദ്ധിമുട്ടിയാണ് അന്വേഷണ സംഘം ഈ പ്രതിയെ പിടികൂടിയിരിക്കുന്നത്. പോലീസ് എത്തുമ്പോൾ ഓരോ സ്ഥലത്ത് നിന്നും ഇയാൾ മാറി മാറി പോകുന്നുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ ആന്ധ്രാപ്രദേശിൽ നിന്ന് ഒരു കടയിൽ ഇയാൾ ജോലി ചെയ്യുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ നിന്നാണ് പിടികൂടിയിരിക്കുന്നത്. രാത്രിയോടുകൂടി ഇയാളെ കേരളത്തിൽ എത്തിക്കും. ഈ കഴിഞ്ഞ 15-ാം തീയതിയാണ് നാടിന് നടുക്കിയ സംഭവം ഉണ്ടായത്. പുലർച്ചെ 2 മണിയോടുകൂടി വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. മുത്തച്ഛൻ പശുവിനെ കറക്കുന്നതിന് വേണ്ടി വീടിന് പുറത്തിറങ്ങി, മുൻവാതിൽ തുറന്ന് പുറത്തിറങ്ങി വാതിൽ ചാരി തൊഴുത്തിലേക്ക് പോയ സമയത്താണ് ഈ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോകുന്നത്. 1.5 മണിക്കൂറിന് ശേഷം തിരിച്ചെത്തുമ്പോൾ തൊട്ടടുത്ത് കിടന്നുറങ്ങുകയായിരുന്ന 10 വയസ്സുകാരി മകന്റെ മകൾ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. തുടർന്ന് വലിയ രീതിയിലുള്ള അന്വേഷണം നാട്ടുകാർ നടത്തുമ്പോൾ ഏതാണ്ട് 1/2 കിലോമീറ്റർ അകലെ പെൺകുട്ടിയെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പെൺകുട്ടി ഒരു വീട്ടിലെത്തി കോളിംഗ് ബെല്ലടിച്ച് വിവരം പറഞ്ഞ് ആ വീട്ടുകാർ പെൺകുട്ടിയെ ഇവിടെ എത്തിക്കുകയായിരുന്നു. വലിയ നാടിനെ നടുക്കിയ ഒരു സംഭവം തന്നെയാണ് നടന്നത്. ആ കേസിലാണ് ഇപ്പോൾ പ്രതി പിടിയിലായിരിക്കുന്നത്. ബിനു, കാസർഗോഡ് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച പ്രതി ആന്ധ്രാപ്രദേശിൽ നിന്ന് പിടിയിലായി. സിജു കണ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്.